ഫതുഹുൽ മുബീൻ 45-ാമത്തെ സബഖ്, 5-ാമത്തെ ഹദീസിന്റെ ചർച്ച. അൽ ഹദീസുൽ ഖാമിസു, 5-ാമത്തെ ഹദീസ്. അതിലെ പ്രതിപാദ്യ വിഷയം, പഠിക്കാനുള്ള വിഷയം, ഇൻകാറുൽ ബിദ്അഇൽ മദ്മൂമത്തി, ഇസ്ലാം അംഗീകരിക്കാത്ത, തെളിവില്ലാത്ത പുതിയ പുതിയ ചീത്തയായ ബിദ്അത്തുകൾ, നിയമങ്ങൾ, അത് നിഷേധിക്കുക എന്നുള്ളതാണ് 5-ാമത്തെ ഹദീസിലുള്ള ചർച്ചാ വിഷയം. ആ ഹദീസ് ഇങ്ങനെ അങ്ങ് വായിക്കാം. അൻ ഉമ്മിൽ മുഅ്മിനീന ഉമ്മി അബ്ദില്ലാഹി ആയിഷത റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു അബ്ദില്ലയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് നിവേദനം. ഖാലത്ത്, മഹദി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സർവ്വലോകത്തിന്റെയും കാരുണ്യവാനായ അധിപനായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും ഒന്ന് ഇതിലില്ലാത്ത ഒന്നിനെ പുതുതാക്കി ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് അംഗീകരിക്കപ്പെടുന്നതല്ല എന്നാണ് ഈ ഹദീസ്. അപ്പൊ ഈ ഹദീസ് കൊണ്ട് എന്ത് മനസ്സിലായി? ദീനിൽ തെളിവില്ലാത്ത ഏതൊരു കാര്യം ഉണ്ടാക്കിയാലും അത് അംഗീകരിക്കാവതല്ല, അത് തള്ളേണ്ടതാണ്, അത് നിയമമല്ല എന്ന് പറഞ്ഞു. ഈ ഹദീസ് ആരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? റവാഹുൽ ബുഖാരി വ മുസ്ലിം, രണ്ടുപേരും റിപ്പോർട്ട് ചെയ്ത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അങ്ങനെയാണെങ്കിലും മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന് തനിച്ചൊരു റിപ്പോർട്ട് കാണാം. വഫീ റിവായത്തിൽ മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിനുള്ള ഒറ്റക്കുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെ വായിക്കാം, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ എന്നുണ്ട്. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ നമ്മുടെ ദീനിൽ ഇല്ലാത്തൊരു കാര്യം പ്രവർത്തിച്ചാൽ, ഒരു കർമ്മം ചെയ്താൽ, ആ കർമ്മം ദീനിൽ തെളിവാകുന്നില്ല എങ്കിൽ ഫഹുവ, അത് തട്ടപ്പെടേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ് എന്ന് ലഫ്ള് മാറിയെങ്കിലും ആശയത്തിൽ ഒരുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല. മുത്തഫഖുൻ അലൈഹിയായി റിപ്പോർട്ട് ചെയ്തത് കൂടെ മുസ്ലിം റളിയല്ലാഹു തആല ലഫ്ള് മാറ്റി റിപ്പോർട്ട് ചെയ്തത് കൂടി ഇവിടെ കൊടുത്തു. അവ രണ്ടും ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ. ഹദീസ് കഴിഞ്ഞു. ഇനി അതിന്റെ വ്യാഖ്യാനം ഇൻഷാ അല്ലാഹ്. അൻ ഉമ്മിൽ മുഅ്മിനീൻ, ഉമ്മിൽ മുഅ്മിനീൻ എന്നാണല്ലോ ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞത്. എന്താണ് അർത്ഥം? മുഅ്മിനീങ്ങളുടെ മാതാവ് എന്നാണ്. എന്ത് വിഷയത്തിലാണ്? നമ്മളെ ആരും പ്രസവിച്ചിട്ടില്ലല്ലോ അവർ, പിന്നെ എന്ത് വിഷയത്തിലാണ് മുഅ്മിനീങ്ങൾക്കുള്ള മാതാവായത്? ഫിൽ ഇഹ്തിറാമി വത്തഅലീമി വഹിർമത്തിൻ നിക്കാഹി, നബിക്ക് ശേഷം ആ മഹദിമാരെ വിവാഹം ചെയ്യാൻ പാടില്ല, ഉമ്മാരെ കല്യാണം കഴിക്കൂലല്ലോ, അതുപോലെ ആദരിക്കണം, ബഹുമാനിക്കണം. ഈ വിഷയത്തിൽ മുഅ്മിനീങ്ങൾക്കുള്ള മാതാവാണ്, ആ നിലക്കാണത്. ദൂര നഅ്വിൻ നളരി വൽ ഖൽവത്തി, നമ്മുടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നത് പോലെ ഓരോ മുഖത്തേക്ക് നോക്കാൻ പാടില്ല. നമ്മുടെ ഉമ്മയുമായി നമുക്ക് തനിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ആ ഉമ്മയുമായി, നബിയുടെ ഭാര്യമാരുമായി തനിച്ചിരിക്കാൻ പാടില്ല. ഇത് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലാണ് ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയുന്നത്. ഇത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാക്ക് മാത്രമുള്ള പവിത്രതയല്ല. ഫഖദാ സായിറു ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, നബിയുടെ ഭാര്യമാരായ മറ്റു മഹദിമാർക്കും ഇതേ സ്റ്റാൻഡേർഡുകൾ ഉണ്ട്. വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ ഭാര്യമാർ മുഅ്മിനീങ്ങളുടെ മാതാവാണെങ്കിൽ നബി ആരായിരിക്കും? അബുൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളുടെ പിതാവാണ്. ഏത് വിഷയത്തിൽ? റഅ്ബത്തി വറഹ്മത്തി, അലിവ്, കരുണ. അത് പരിശോധിച്ചാൽ ധാരാളം ഉണ്ടല്ലോ. ബാപ്പാക്കല്ലേ മക്കളോട് അലിവും കരുണയും ഉണ്ടാവുക. ഈ അലിവും കരുണയും ആർക്കുണ്ട്? നബിക്കുണ്ട്. അപ്പൊ നബി ആ വിഷയത്തിൽ എന്താണ്? മുഅ്മിനീങ്ങളുടെ പിതാവാണ്. അപ്പൊ ആത്മീയ പിതാവ്, ആത്മീയ മാതാക്കൾ. വനഫിയു ഉബുവത്തി ബിൽ ആയത്തി, ആയത്തിൽ നബി തങ്ങൾ ആരുടെയും പിതാവല്ല എന്ന് നഫി ചെയ്ത് കാണുന്നുണ്ടല്ലോ. ഉരീദ ബിഹി, ആ നഫി കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നഫിയു ഉബുവത്തിൻ നസബി വത്തബന്നി, വളർത്തു പിതാവോ തറവാടിത്ത പിതാവോ എന്ന ആ പിതാവിത്വം നബിക്കില്ല. നബി ആരെയും വളർത്തി പോറ്റിയിട്ടുള്ള പിതാവല്ല. നബി ആരെയും കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടായ മക്കളല്ല നമ്മൾ. അപ്പൊ തറവാട് പിതാവല്ല, വളർത്തി പിതാവുമല്ല, ആത്മീയ പിതാവ് എന്നർത്ഥമാണ്. അത് ഖുർആന്റെ ആയത്ത് നിഷേധിക്കുന്നുമില്ല. ഇനി നമുക്ക് പിന്നെ പറയാനുള്ളത്, ആയിഷ ബീവിക്ക് കുട്ടികളില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഉമ്മി അബ്ദില്ല എന്ന് ആയിഷ ബീവിക്ക് ഓമന പേര് വെച്ചതെന്നാണ്. ഉമ്മു അബ്ദില്ല കന്നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹാക്ക് കുഞ്ഞത്തലമ് നൽകി, ഓമന പേര്.
എന്തുകൊണ്ട് ബിഇബ്നി ഉഖ്തിയ അസ്മാ, മഹദിയുടെ സഹോദരിയാണ് അസ്മാ ബീവി. ആ അസ്മാ ബീവിയുടെ കുട്ടിയാണ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടിനെ എടുത്തിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയിലേക്ക് ചേർത്തിയിട്ട് ഉമ്മു ആയിഷ എന്ന് പേര് പറയുന്നു. അത് നബി കൊടുത്ത ഓമന പേരാണ്. മഹദിക്ക് ഒരു ചാപ്പിള്ള ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ നിലക്കാണ് ഉമ്മു അബ്ദില്ല എന്ന് പേര് വെച്ച് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് എത്രയോ അകലെയാണ്, അത് അംഗീകരിക്കാവതല്ല എന്നർത്ഥം. ഇനി ആയിഷ റളിയല്ലാഹു തആല അൻഹയെ എങ്ങനെ പറയണം? അസിദ്ദീഖത്തു ബിന്ദു സിദ്ദീഖി അൽ ഹബീബത്തു ബിന്ദുൽ ഹബീബി എന്ന് പറയാം. ആയിഷയാണ് പേരെങ്കിലും സ്ഥാനപ്പേരെങ്ങനെ പറയാം? സിദ്ദീഖി എന്ന് പറയുന്ന ആളുടെ പുത്രിയായ സിദ്ദീഖത്തായ പെണ്ണ്, ഹബീബിന്റെ പുത്രിയായ ഹബീബത്ത് എന്നും പറയാം റളിയല്ലാഹു അൻഹാ. ഇരിക്കട്ടെ, അങ്ങനെ സ്ഥാനപ്പേരുമുണ്ട്, ഓമനപ്പേരുമുണ്ട് മഹദിക്ക്. ഈ മഹദിയെ നബിതങ്ങൾ കല്യാണം കഴിച്ച പ്രായം എത്ര നോക്കാം. തസവ്വജഹ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത, മക്കയിൽ വെച്ചുകൊണ്ട് ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തു. വഹിയ ബിന്ദു സിത്തിൻ, അന്ന് മഹദിക്ക് പ്രായം 6 ആണ്. ബഅദ തസവ്വുജിഹി ബി സൗദത്തി ബിശഹർ, സൗദാ ബീവിയെ ഖദീജ ബീവി മരിച്ച് സൗദാ ബീവിയെ കല്യാണം കഴിച്ച് 1 മാസം കഴിഞ്ഞിട്ടാണ് ആരെ കല്യാണം കഴിക്കുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്യുന്നത്. ഖബ്ല ഹിജ്റത്തി ബി 3 സിനീന, ഹിജ്റയുടെ 3 കൊല്ലം മുമ്പ്. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞ് ഹിജ്റ പോയി. വദഖല ബിഹാ ഫിൽ മദീനത്തി, 6 വയസ്സ് പ്രായമുള്ള ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തെങ്കിലും അവർ തമ്മിൽ ബന്ധപ്പെട്ടതും വീട്ടിൽ കൂടിയതും എവിടെയാണ്? മദീനയിൽ വെച്ചിട്ടാണ്. ഏത് മാസത്തിലാണ്? ഈ ഷവ്വാൽ മാസത്തിലാണ്. എപ്പോഴാണ് സന്ദർഭം? മൻസരിഫഹു ബിൻ ബദർ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഷവ്വാൽ മാസത്തിലാണ് മദീനയിൽ വെച്ച് വീട്ടിൽ കൂടിയത്. അഥവാ ബദർ നടക്കുന്നത് എന്ന സനത്ത ഇസ്നത്തൈനി മിനൽ ഹിജ്റത്തി, ഹിജ്റയിലെ 2ാം വർഷത്തിലാണ് സംഭവം. അന്ന് പ്രായം എത്രയാണ് മഹദിക്ക്? വയ്യ ബിന്ദു തിസിനി സിനീന, അന്ന് 9 വയസ്സ്. അപ്പൊ പ്രായപൂർത്തിയെത്തിയതായിരിക്കും പെണ്ണുമായി ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ലാതെ മനസ്സിലാക്കാനോ. 6ാം വയസ്സിൽ കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമില്ല, 6ാം വയസ്സിൽ ബന്ധപ്പെട്ടിട്ടില്ല, അതിന് പ്രായമാകാത്തത് കൊണ്ട് എന്നൊക്കെ ഒരു ശാസ്ത്രീയ വശം അതിലുണ്ട്. പക്ഷേ നിയമം ഇന്ന് അനുവദിക്കൂല എന്ന് മാത്രം, അത് വേറെ വിഷയം. സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങൾ വഫാത്താകുമ്പോൾ മഹദിയുടെ പ്രായം വയ്യ ബിന്ദു സമാന അസറ, മഹദി അവറുകൾക്ക് എത്രയെന്നറിയാമോ? 18 വയസ്സുള്ളൂ. ഏകദേശം ഇന്നത്തെ നിയമപ്രകാരം വിവാഹം ചെയ്യാൻ പ്രായമായപ്പോഴേക്കും മഹദി അവറുകൾ വിധവയായി. വലിയൊരു ജീവിതമാണത്. ആശത്ത് ബഅദഹു 40 സന, നബി തങ്ങൾ വഫാത്തായി 40 വർഷക്കാലത്തോളം ആര് ജീവിച്ചിട്ടുണ്ട്? മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിട്ടുണ്ട്. 18ാം വയസ്സിലാണ് വഫാത്ത്. 40ഉം 10ഉം കൂട്ടുമ്പോ അപ്പൊ 58. ഫഇൻഹ, അങ്ങനെ വരുമ്പോൾ മഹദി തൂഫിയത്ത്, മഹദി വഫാത്തായത് സനത്ത സബീൻ ഔ 58, 58ഓ 57ഓ ആണ്. എന്നാണത്? ലിസലാസ അസറത്ത ബഖിയത്ത് മിൻ റമളാന, റമളാൻ മാസത്തിൽ ഇനി അവശേഷിക്കുന്ന 13 നോമ്പുണ്ട്. ആ 13ലാണ് മരിക്കുന്നത്. ബഅദൽ വിത്രി, വിത്രിസ്കാരം കഴിഞ്ഞിട്ട്. ഫസല്ലലിയ അബൂ ഹുറൈറ, മഹദിയുടെ ജനാസ നമസ്കാരം നിർവഹിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ്. അബൂ ഹുറൈറ തങ്ങൾ എങ്ങനെയാണ് മഹദിയുടെ മേൽ നിസ്കരിക്കേണ്ടി വന്നത്? ഇമാറത്തി അലൽ മദീനത്തി ഹീന ഇദിൻ മിൻ ഖിബലി മർവാൻ, അന്നത്തെ ഭരണാധിപനായിരിക്കുന്ന മർവാന്റെ ഭാഗത്തിൽ കൂടെ മദീനയുടെ അമീറാക്കി വെച്ചു അബൂ ഹുറൈറ തങ്ങളെ. അന്നാണ് മഹദിയുടെ വഫാത്ത് നടക്കുന്നത്. ആ ഒരു നിലയിൽ അബൂ ഹുറൈറ തങ്ങൾക്കവിടെ നിസ്കരിക്കാൻ സാധ്യമായി. ഇനി നമുക്ക് മഹദിയുടെ അറിവ് നോക്കാം. 18 വയസ്സായപ്പോഴേക്കും നബി വിട പറഞ്ഞു പോയി. അപ്പോഴേക്കും മഹദിയുടെ ബുദ്ധി കൂർമ്മത മനസ്സിലാക്കണം. എത്ര അനീസ റുബിയലഹ, മഹദി അവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കിട്ടിയത് അൽഫ ഹദീസിൻ വ മിഅത്താനി വ അസറ, 2210 ഹദീസോളം മഹദി അവരുടെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വക്കീല പറയപ്പെടുന്നുണ്ട് അൽഫും വ അസറ 1010 ആണെന്നും പറയുന്നുണ്ട്.
ഇരിക്കട്ടെ. ഇത്തബക്ക മിൻഹ അലാ ഇതിൽ ബുഖാരി മുസ്ലിമും രണ്ടുപേരും ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസ് 470 വംഫറദൽ ബുഖാരി ബി 74 കൊണ്ട് ബുഖാരി മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിമുൻ ബി 68 68 ഹദീസ് കൊണ്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു തനിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മഹദിയുടെ സ്ഥാനമാനങ്ങളൊക്കെ ഈ ചുരുങ്ങിയ ഇബാറത്തിലൂടെ തിരിഞ്ഞല്ലോ. ഇനി ഹദീസിലേക്ക് വരട്ടെ. ഹാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹദസ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ അൻശഅ ഉണ്ടാക്കുക എന്ന, ഇല്ലാത്തത് ഉണ്ടാക്കുക, വഖ്തറഅ നിർമ്മിച്ചുണ്ടാക്കുക, മിൻ ഖിബരി നഫ്സി സ്വന്തം അഭിപ്രായത്തിൽ കൂടെ, ഫീ അംരിന എന്ന് പറഞ്ഞാൽ ഐ ഷൈഇന നമ്മുടെ ഈ കാര്യത്തിൽ, അല്ലദീ എങ്ങനത്തെ കാര്യം, നഹനു അലൈ അതിന്റെ മേലിലാണല്ലോ നമ്മളുള്ളത്. അപ്പൊ നമ്മൾ ഇപ്പോൾ നിലകൊള്ളുന്ന കാര്യം, ഈ കാര്യത്തിൽ ഒരാൾ സ്വേഷ്ടപ്രകാരം വല്ലതും നിർമ്മിച്ചുണ്ടാക്കുകയോ പുതുതായി ഉണ്ടാക്കുകയോ ചെയ്താൽ എന്നായ അർത്ഥം. വഹുവ എന്താണ് ആ ഷൈഇന്, മാ ശറഅഹുല്ലാഹു തആല വ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളും അള്ളയും ശറഅാക്കി തന്ന ഒരു കാര്യമാണത്. വസ്തമറൽ അമലു ബിഹി അതുകൊണ്ടാണല്ലോ അമല് നിലകൃതിയായി നിൽക്കുന്നതും അങ്ങനത്തെ ഒരു കാര്യം. ഒമിൻ തമ്മ അതുകൊണ്ട് തന്നെ ജാഅ ഫീ റിവായത്തിൻ വേറൊരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ദീനിന എന്ന് വന്നിട്ടുണ്ട്. അബ്ദുള്ള പറഞ്ഞോർത്ത് ദീനിന എന്ന് കാണാം, നമ്മുടെ മതത്തിൽ എന്ന്. വയുത്ലഖു ഈ അംറിന എന്ന് പറഞ്ഞിട്ട് വയുറാദു ബിഹി അതുകൊണ്ട് ദീൻ ഉദ്ദേശിക്കപ്പെടാം. അതെന്തായ അർത്ഥം, നമ്മുടെ ദീനിൽ എന്നായി. അംറ് പറഞ്ഞ് ദീൻ ഉദ്ദേശിക്കപ്പെടാം. അംറ് എന്ന് പറഞ്ഞാൽ മസ്തുർ അമറ, അമറ എന്ന പേരിന്റെ മസ്തറായിട്ട് വരും അംറ്. അമറ അമുർ അംറ്. ലാക്കിൻ എങ്കിലും ഹാദ ഈ പറയുന്ന അംറ് എന്നതിനെ ഇജ്മഉ അല അവാമിറ, അവാമിറ ഫആഇല വസിന്റെ മേലിൽ ജമാക്കിയിട്ട് അവാമിറ എന്നും പറയാം. അപ്പൊ അംറുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മൊത്തത്തിൽ നമ്മുടെ ദീനിൽ ആരെങ്കിലും വല്ലതും സ്വയഷ്ടപ്രകാരം തെളിവില്ലാതെ നിർമ്മിച്ചുണ്ടാക്കുകയോ പുതുതാക്കി ഉണ്ടാക്കുകയോ ചെയ്താലെന്നായ അർത്ഥം. പിന്നെ അംബിനാന്ന് കഴിഞ്ഞിട്ട് ഹാദ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഇഷാറത്തിനൊരു സൂചനയാണ്. എന്തിലേക്ക്, ഈ ജലാലത്തി ആ അംറിന്റെ കാര്യം വലുതാണ്, വണ്ണമായതാണ് എന്നതിലേക്ക് സൂചന. മാത്രമല്ല മസീദ് റിഫഅത്തി വ തഅലീമിഹി ആ അംറിനെ ആദരിക്കുക, അതിന്റെ ഉയർച്ച എന്നിവ കൂടുതലുണ്ട് എന്നതിലേക്കും ഒരു സൂചനയാണ്. ഏതു പ്രകാരം അല ഹദ്ദി ദാലിക്കൽ കിതാബ്, ദാലിക്കട്ടിട്ട് അൽ കിതാബ് എന്ന് പറയുന്നില്ലേ. അപ്പൊ ആ കിതാബിന്റെ മഹത്വം എത്ര ഉണ്ട്, അതിന്റെ സ്ഥാനം എത്രയുണ്ടെന്ന് അറിയിക്കുന്നതിലേക്കുള്ള മുസാറിയിലേക്കല്ലേ, മുസാറല്ല ദാലിക്ക എന്ന അതുപോലെയാണ് ഇത്. വൈൻ ഇഖ്തലഫ ബി അദാത്തിൽ ഇഷാറത്തി ഇഷാറത്തിന്റെ അദാത്താണ് ഇത് എന്ന കാര്യത്തിൽ എന്തായിട്ടുണ്ട്, ഹാദയും ദാലിക്കയും തമ്മിൽ ഇഖ്തലഫ വ്യത്യാസമുണ്ട്. ഇഷാറത്തിന്റെ കാര്യത്തിൽ എന്താണ് വ്യത്യാസമുണ്ട്. ആദ എവിടേക്കാണ്, അടുത്ത് ഖരീബിലേക്ക്, ദാലിക്ക ബായിദിലേക്ക്, അതാണ് വ്യത്യാസം. ഇത് തിൽക്ക അതല്ലു അലാ ദാലിക്ക അലാ ദാലിക്ക മിൻ ഹാദ. കാരണം ഈ ഇഷാറത്ത് അതല്ലു ഏറ്റവും അറിയിക്കുന്നതാണ് അലാ ദാലിക്ക ദാലിക്കയുടെ മേലിൽ, മിൻ ഹാദ ഹാദയേക്കാൾ ദാലിക്കയുടെ മേൽ ഏറ്റവും അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് വ്യത്യാസം. പകത്തിൽ ഇഷാറത്തു ബിഹി ചിലപ്പോൾ ഹാദ എന്ന ഇഷാറത്ത് വരാറുണ്ട് ലിത്തയഖീരി നിസാരപ്പെടുത്താൻ. ഇവിടുത്തെ ആദ നിസാരപ്പെടുത്താനല്ല, പിന്നെന്താണ് ജലാലത്തുള്ളതാണ്. ഇവൻ എന്നൊക്കെ പറയില്ല നിസാരപ്പെടുത്തി എന്നതുപോലെ. മാലൈസ മിൻഹു, മാലൈസ മിൻഹു എന്ന് പറഞ്ഞാൽ എന്താ, മിമ്മാ യുനാഫിഹി നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിനോട് എതിരാകുന്നതിൽ, അല്ലെങ്കിൽ ലാ യുസ്ഹദു ലഹു ശൈഉം മിൻ ഖവായിദിഹി വഅദില്ലത്തിൽ ആമ്മത്തി പൊതുവെ ദീനിന്റെ തെളിവുകളോ നിയമങ്ങളോ അതിൽ നിന്നൊന്നും ഈ പറയുന്ന കാര്യത്തിന് തെളിവാക്കപ്പെടാൻ പറ്റൂല. അങ്ങനെയുള്ള ഒന്നാണ് മാലൈസ മിൻഹു എന്നുള്ളത്. അപ്പൊ എതിരായതും മാലൈസ മിൻഹു ആയി, തെളിവില്ലാത്തതും മാലൈസ മിൻഹു ആയി. ഫൗവ റദ്ദുൻ എന്ന് പറഞ്ഞ മസ്തറാണ്, അതിനെ വെക്കേണ്ടത് ഇസ്മഫുവിന്റെ അർത്ഥമാണ്. ഐ മർദൂദുൻ അലാ ഫാഇലിഹി അതാരാണോ നിർമ്മിച്ചുണ്ടാക്കിയതെങ്കിൽ അയാളുടെ മേലിലാണ് അതിനെ മടക്കപ്പെടേണ്ടത്. അപ്പൊ ഇവിടുത്തെ മസ്തർ ഇസ്മഫുവിന്റെ അർത്ഥത്തിനായി നടത്താം. എന്തുകൊണ്ടാണ് അയാളുടെ മേൽ തന്നെ അത് മടക്കപ്പെടേണ്ടതെന്ന് പറയാൻ കാരണം, ലി ബുത്തിലാനി അത് ബാത്തിലായി, അതിമിൽ എഴുത്തിദാദി ബി ആ ഒരു കാര്യം പരിഗണിക്കലില്ലാത്തത് കൊണ്ടും,
സവാവും കാലത്ത് മുനാഫാത്തുഹു, ഇവിടുത്തെ മുനാഫാത്ത് ഈ എതിര്, ലിമാ ദുക്കിറ പറയപ്പെട്ട ഒന്നിനോട് എന്തായി എതിരായി വന്നു, എന്നാലും വേണ്ടില്ല. ഇവിടെ പറയപ്പെട്ടതിനോട് എതിരാവുക എന്നുള്ളത് എന്ത് കാരണം കൊണ്ടാ? അതിമസൂയത്തിൽ കുല്ലിയത്തി, മൊത്തത്തിൽ അതെന്താണ് ശറ അല്ല, അതൊരു ശറയ്യായ വിഷയമല്ല. അതുകൊണ്ടാണ് പറയപ്പെട്ടതിനോട് എതിരായി വന്നാലും കുഴപ്പമില്ല, അപ്പോൾ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഉദാഹരണം, കനെതിരിൽ ഖിയാമി വഅദിമിൽ ഇസ്തിദ്ലാലി, നിൽക്കാൻ നേർച്ചയാക്കുക, നിഴല് അനുഭവിക്കൽ ഇല്ല എന്ന് നേർച്ചയാക്കുക, ഇത് ശറഅല്ല, ഇത് നിർമ്മിച്ചുണ്ടാക്കിയ ഒരു കാര്യമാണ്, ഇത് ഒരിക്കലും അംഗീകരിക്കാവതല്ല, ഇത് ശറഅന് വിരുദ്ധമാണ്, അപ്പൊ തട്ടിവിടും. ഒമിൻ സമ്മ, അക്കാരണം കൊണ്ട് അബ്തല സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാത്തിലാക്കി നദിറ ദാലിക, അതുപോലെയുള്ളതിനെ നേർച്ചയാക്കൽ, അത് ശറഅല്ലല്ലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഔലിൽ ഇഖ്ലാലി ബി ശർത്തി ഔ റുക്നിഹി, അല്ലെങ്കിൽ പിന്നെ ആ കർമ്മത്തിന് വേണ്ട ഷർത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ എന്താ ഫർളുണ്ടാവും, അതിനെ അടർച്ചയാക്കി, അതുകൊണ്ടായിരിക്കാം ദീനിൽ അത് പറ്റാതെ വന്നത്. ഇബാദത്തൻ കാലത്ത് അഖദൻ, ആ പറഞ്ഞ കാര്യം വിശ്വാസമാവട്ടെ ഇടപാടാവട്ടെ. അപ്പൊ വല യങ്കുൽ മിൽക്ക, ഇടപാട് അധികാരത്തെ നീക്കൂല, മുത്തലക്കൻ നിരുപാധികം ബായിന്റെ കയ്യിൽ നിന്ന് മുസ്ലിന്റെ കയ്യിലേക്ക് മബീഇന്റെ സ്ഥാനത്തിന് അധികാരം പോകൂല, നിരുപാധികം പോകൂല. അലല്ല സഹി, അസഹ് പ്രകാരം. മിൻ ഖിലാഫിൻ ത്വീലിൻ ഫീഹിൽ ഉലമായി, ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ദീർഘമായി എതിരുണ്ട്. അതിന്ന് അസഹ് എടുത്തിട്ട് പറയാണ് മുത്തലക്കം നിൽക്ക് പോകൂല, അതിന്റെ ഷർത്തും പറഞ്ഞൊക്കെ ഒത്തെങ്കിലേ ബൈ ശരിയാവുള്ളൂ എന്നർത്ഥം. അതില്ല എങ്കിലും ദീനതെതിരല്ലേ, ഷർത്തും അതുപോലെ തന്നെ ഫർളൊക്കെതിരായി, അവന്റെ തെളിവല്ല, അത് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഔലി സിയാദത്തിയൽ മശറൂ, ശറഅക്കപ്പെട്ടതന്നെയാണ്, പക്ഷെ ശറഅക്കപ്പെട്ടതിനേക്കാൾ കൂടുതലായി ആ കാര്യം വന്നു, അങ്ങനെ വന്നാലും അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. ഫീഹി, നുസ്രൂബിയായ കാര്യം ഏതാണോ അതിനേക്കാൾ കൂടുതലുണ്ടായാൽ റദ്ദ് ചെയ്യും. ഏതിലുള്ളതുപോലെ ഫീ നഹ്വി സ്വലാത്തി ദൂന നഹ്വിൽ വുളൂഇ, ഉളു പോലെ ഇല്ലാതെ നിസ്കരിക്കുക. അപ്പോ ഉളുവിന് ഉളു പോലത്തതും ഇല്ലാതെ നിസ്കാരത്തിൽ കൂടുതലാക്കുക. അപ്പൊ നിസ്കാരത്തിന് പരിധിയുണ്ട്, അതിന് കണക്കുണ്ട്, അതിന് കൂടുതലാക്കി കൊണ്ടുവരിക, അവർ എന്ത് ചെയ്യേണ്ടതാണ്? ഉളുവിൽ സിയാത്ത് പറ്റുമല്ലോ, അതിന് കുഴപ്പമില്ലല്ലോ. ഔലി ഇർത്തികാബി മൻഹിയാത്തിഹി, അല്ലെങ്കിൽ പിന്നെ ദീനിൽ നിരോധിക്കപ്പെട്ട കാര്യം പ്രവർത്തിച്ചു, ആ കാരണം കൊണ്ട് റദ്ദ് ചെയ്യപ്പെടാം. അതേതുപോലെ കസ്സലാത്തി ബിനഹ്വി മഗ്സൂബിൻ ഔ ഫീഹി, പിടിച്ചു പറിക്കപ്പെട്ടതായിരിക്കുന്ന വസ്ത്രത്തിലോ സ്ഥലത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മഗ്സൂബായ സ്ഥലം, അവിടെ വെച്ച് നിസ്കരിക്കുക, അത് പാടില്ലല്ലോ, മൻഹിയല്ലേ, അതും റദ്ദ് ചെയ്യേണ്ടതാണ്. വൽ ഹജ്ജ് ബിമാലിൻ ഹറാം, നിഷിദ്ധമായ സമ്പത്ത് കൊണ്ട് ഹജ്ജ് ചെയ്യും പോലെ, അതും ഇസ്ലാം വിലക്കിയതാണ്, അത് ശറഅല്ലല്ലോ. വസ്സബീബി മഗ്സൂബിൻ, മഗ്സൂബായ സാധനം കൊണ്ട് അറുക്കുക, അതും പാടില്ല. വൽ ഇഅ്തികാബി മഅ ഇഖ്തിറാബി കബീറത്തിൻ, വൻകുറ്റം ചെയ്തുകൊണ്ട് അതോടുകൂടെ ഇഅ്തികാബിരിക്കുക, അതൊന്നും ഇസ്ലാം അംഗീകരിച്ചതല്ല. വസ്സൗമി മഅ നഹ്വി കദിബിൻ, കളവോടുകൂടെ നോമ്പ് വെക്കുക. വൽ ബൈഇ മഅ നഹ്വി നജിഷി വഗൈരിഹി മിമ്മാ നുഹിയ അൻഹു, വിരോധിക്കപ്പെട്ട ഏതെല്ലാം കാര്യം കൊണ്ടോ അതിൽ നിന്ന് എടുത്തിട്ട് പൂഴ്ത്തി വെക്കുക, പിന്നെ വില കൂടുതലാക്കുക പോലത്തെ ചതി ചെയ്തുകൊണ്ടുള്ള കച്ചവടം, ഇതൊന്നും സംഗതി എന്താവുകയില്ല, ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ശറഅയുണ്ട് ഇതിനൊക്കെ, പക്ഷെ അതൊക്കെ ശറഅയിൽ കൂടുതലാക്കി കൊണ്ടുവന്നു ഇതൊക്കെ, അല്ലെങ്കിൽ തെറ്റായി ചെയ്തു, അല്ലെങ്കിൽ തെളിവില്ലാതെ ചെയ്തു, ഇതൊക്കെ തള്ളപ്പെടേണ്ടതാണ്. ഈ അംരിൻ ഖാരിജിൻ, എന്തെങ്കിലും ഖാരിജിയായ ഒരു കാര്യമുള്ളത് കൊണ്ട് നെഹി ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, അടിസ്ഥാനത്തിൽ നെഹി ഉണ്ടാവില്ല. വഹിബത്തി ബഅദിൽ ഔലാദി അലാ റഅയ്യിൻ ലഈഫിൻ മിനൽ ജമീഇ, എല്ലാത്തിലും ഈ പറഞ്ഞത് ദുർബലമായ അഭിപ്രായമാണ്. ഈ ദുർബലമായിരിക്കുന്ന അഭിപ്രായ പ്രകാരം ഈ പറഞ്ഞ മുഴുവത്തിലും ചെയ്യുക. ചില മക്കൾക്ക് ഇബത്ത് കൊടുക്കുക, ചിലക്ക് കൊടുക്കൂല, ഇങ്ങനെ പല കാര്യങ്ങളും എന്താവുക ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യൽ എന്താണ്? തെറ്റാണ്, അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. വൽ അസഖു, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ അസഖെടുത്ത സിഹത്തു, കച്ചവടം ശരിയാണ്, ഇബത്ത് ശരിയാണ്, നോമ്പ് ശരിയാണ്, ഹജ്ജ് ശരിയാണ്, നിസ്കാരം ശരിയാണ്, ദബ്ഗ് ശരിയാണ്, ഇഅ്തികാഫൊക്കെ ശരി തന്നെയാണ്. എന്താ കാരണം? ആദിഹി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നെഹി വന്നത് ലി അംരിൻ ഖാരിജിൻ, അത് ഖാരിജിയ കാര്യം കൊണ്ടാണ്. നിസ്കാരം ഹറാമല്ലല്ലോ, പക്ഷെ മഅ്സൂബ് കൊണ്ടാണ് നിസ്കാരം ഹറാമായത്. ഹജ്ജ് ഹറാമല്ലല്ലോ, ഹറാം മാല് കൊണ്ടാണ് വന്നത്. ദബ്ഗ് ഹറാമല്ല, പക്ഷെ മഅ്സൂബായി.
ഈത്തിക്കാഫിരിക്കൽ ഹറാമല്ല, പക്ഷെ കബീറത്ത് ചെയ്തു. നോമ്പ് നോൽക്കൽ കുഴപ്പമില്ല, പക്ഷെ കളവ് പറഞ്ഞു. വിൽക്കൽ കുഴപ്പമില്ല, പക്ഷെ കുടിച്ചുവെപ്പ് വന്നു. ഇങ്ങനെ ഖാരിജിയായ പല കാര്യങ്ങളുണ്ടായി. അപ്പൊ നിസ്കാരത്തിൽ ഹറാമ് വരാൻ കാരണം ഹൊസ്ബാണ്, ഹജ്ജിൽ ഹറാമ് വരാൻ കാരണം മാലിൻ ഹറാമാണ്, ദബിഹിൽ ഹറാമ് വരാൻ മഹസൂബാണ്, ഈത്തിക്കാഫിൽ ഹറാമ് വരാൻ കാരണം എന്താണ്? ഇഖ്തിറാബും കബീറത്താണ്. നോമ്പിൽ ഹറാമ് വരാൻ കാരണം എന്താ? കെദിബാണ്. ബൈഇൽ ഹറാമ് വരാൻ കാരണം നജിസാണ്. ഹിബത്തുൽ ഔലാദിന് ഹറാമ് വരാൻ കാരണം എന്താണ്? ജമീഉൽ ഔലാദ് ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ വന്നു. അപ്പൊ ഇതൊക്കെ ഖാരിജിയായ ഒരു അമ്രിനാ നഹി വന്നത്. ദാത്തി, ആ നഹി ദാത്തിനാണെങ്കിൽ എതിരെ. ഫൈനഹുയുബിത്തിലുക, ദാത്തിനാണ് നഹി വന്നതെങ്കിൽ അത് പിന്നെ മാത്തിലാക്കും. അതിനൊരു ഉദാഹരണം ദാത്തിയായ ഹറാമിന് കദബിൽ മുഹരിമിൽ സൈദി, ഹജ്ജിന് ഇറാൻ കെട്ടിയ വ്യക്തി വേട്ടമൃഗത്തെ അറുക്കൽ ദാത്തിയായ ഹറാമാണ്, പാടില്ല, അത് ബാത്തിലാണ്, അവന്റെ ഇഹ്റാം ബാത്തിലാവും. കാനൊന്നുമില്ലാതെ വെറുതെ കുപ്പ ധരിക്കുക, അതും എന്താണ്? ആര്? മുഹരിമായ ആളെ, അതും ദാത്തിയായിരിക്കുന്ന ഹറാമാണ്, പാടില്ല. പലായുംസവാലി, അതിന്റെ മേൽ തടയപ്പെടാൻ പറ്റൂല. പിന്നെ ജിമായി സായിമി, നോമ്പ് കാരണം എന്താവുക? ജിമാ ചെയ്യുക, അതും ദാത്തിയായിരിക്കുന്ന നഹിയ. അവിൽ ഹാജി, അല്ലെങ്കിൽ ഹാജിയാരി ജിമാ ചെയ്യുക കബില തഅല്ലുലി, ഹജ്ജിന് വിരമിക്കുന്നതിന് മുമ്പ്. ഇതൊക്കെ ദാത്തിയായിരിക്കുന്ന നഹിയാണ്. ഇത് ചെയ്താൽ ബാത്തിലാണ്. മറ്റതൊക്കെ ഖാരിജിയായി ആരിലായി വന്നൊരു കാലത്തിന് വന്ന നഹിയ. ദാത്തിന് കുഴപ്പമില്ല, ആരിൽ കുഴപ്പം വന്നു. ഇങ്ങനെയൊക്കെയാണ് വിഷയം. അപ്പൊ ശറഉമായി യാതൊരു എതിരില്ലാത്ത, നമ്മുടെ കാര്യത്തിനോട് എതിരില്ലാത്ത കാര്യം, അത് പുതിയതാണ്, എതിരില്ല. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ബിഅൻ ഷഹിദ ലഹു ശൈഉൻ മിൻ അദില്ലത്തി ശറഇ ഔ ഖവാഇദിഹി, ശറഇന്റെ ദലീലുകൾ അല്ലെങ്കിൽ ശറഇന്റെ അടിസ്ഥാന നിയമങ്ങൾ, ഇവങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ പുതുതായി ഉണ്ടായ കാര്യത്തിന് തെളിവായി വന്നാൽ എതിരല്ലല്ലോ. അങ്ങനെയാണ് എതിരില്ലാതിരിക്കൽ. അതുപോലെ യുറദ്ദു അലാ ഫാഇലി, അങ്ങനെ ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് അയാളെ മേൽ തട്ടപ്പെടേണ്ടതല്ല, മടക്കപ്പെടുന്നതല്ല. ബൽ ഹുവ മഖ്ബൂലുൻ മിൻഹു, അയാൾ ചെയ്ത കാര്യം അംഗീകരിക്കപ്പെടുന്നതാണ്. അതിന് നമുക്ക് ദീനിന്റെ തെളിവുകൾ തെളിവായി നിന്ന് സാക്ഷിയായി നിന്നിട്ടുള്ള പുതിയതൊരു കാര്യം ഏതാവതാലിക്കാത് കബിനായിനായ റബത്ത് വഹാനാത്തി സുബഹി, വഴിയാത്രക്കാരായ ആളുകൾക്ക് വിശ്രമിക്കുവാനുള്ള വിശ്രമ കേന്ദ്രം, മറ്റുള്ളവർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന കേന്ദ്രം, ഇതുപോലത്തെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, അത് പുതുതായി ഉണ്ടായതാണ്. പക്ഷെ ദീനിന് അതിനെതിരുണ്ടോ? ഇല്ല. ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ അറിയപ്പെടാത്ത പല പല ഗുണങ്ങളുമുണ്ട്. അതൊക്കെ പുതുതായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിർക്കപ്പെടേണ്ടതാണോ? അല്ലാതെ അംഗീകരിക്കും, തെളിവുണ്ടതിന്. കാരണം ഫൈന്നഹു മുവാഫിഖുൻ, ഇങ്ങനെ പുതുതായി വന്ന ഈ നല്ല കാര്യങ്ങൾ യോജിക്കുന്നതാണ്. ലിമാ ജാഅത് ബി ശരീഅത്തു, ശരീഅത്ത് കൊണ്ടുവന്ന നിയമത്തോട് യോജിക്കുന്നതാണ്. അതെന്തിനാലാണ്? മിൻ ഇസ്തിനാഇൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക, വൽ മുആവനത്തി അലാ ബിർരി വത്തഖ്വ, തഖ്വയുടെയും ഗുണത്തിന്റെ മേൽ പരസ്പരം സഹായിക്കുക എന്ന് ഖുർആനിൽ നിയമമുണ്ടല്ലോ, ഇസ്ലാമിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്തരമൊരു കാര്യങ്ങൾ പൊതു കായികയാണ്. ആ പൊതു കായികയോട് യോജിക്കുന്നതല്ലേ ഇവിടെ ഉണ്ടാക്കിയതായിരിക്കുന്ന വിശ്രമ കേന്ദ്രങ്ങള്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന കേന്ദ്രങ്ങൾ, ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാക്കാറോ? അതൊന്നും ദീനിന് എതിരല്ല. ശറഈയായ ഉപകാരമുള്ള വിജ്ഞാനങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ എന്താവുക? ഇതുപോലെയൊക്കെ ഉണ്ടാക്കി തീർക്കുക, അതും തെറ്റല്ലല്ലോ. അലഖ്തിലാൽ ഫുനൂനിഹ, അതിലുള്ള വിഷയങ്ങൾ എത്രയോ പലവിധ വിഷയങ്ങളാണ്. എന്നിരിക്കെ അതൊക്കെ രചിക്കും പോലെ അതൊന്നും ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ ഇല്ലല്ലോ. അപ്പൊ തഖ്രീരി ഖവായിദിഹ, അതിന്റെ നിയമങ്ങളൊക്കെ ചിട്ടപ്പെടുത്തുക, ശാഖകൾ അധികരിച്ചു കൊണ്ടുവരിക, സാഗോപസാഗം ഉണ്ടാക്കുക, സംഭവിക്കാത്തൊരു കാര്യത്തെ സങ്കല്പിക്കുക, ബയാൻ ഹുക്മി, എന്നിട്ട് അതിന്റെ വിധികൾ എന്താക്കുക, വിശദീകരിക്കുക എന്ന് പറഞ്ഞ ഫിഖ് ഉണ്ടാക്കുക. തഫ്സീൽ ഖുർആനി, ഖുർആന്റെ വ്യാഖ്യാനം, സുന്നത്തി, ഹദീസിന്റെ വ്യാഖ്യാനം, വൽ കലാമി വൽ അസാനീദി വൽ മുത്തൂനി, ഹദീസിനെ പറ്റിയുള്ള ചർച്ച, ഹദീസ് വന്ന പരമ്പരയെ കുറിച്ചുള്ള ചർച്ച, തതബ്ബുഉൽ കലാമിൽ അറബി, അറബി കലാമിനെ പരിശോധിക്കുക, അഥവാ നസ്രി വൽ നബി, ഗദ്യം പദ്യം, ഇതൊക്കെ പരിശോധിക്കുക. തദ്വീനി കുല്ലി ദാലിക, ഈ പറയപ്പെട്ടത് മുഴുവൻ ക്രോഡീകരിക്കുക. ഇസ്തിഖ്റാജ് ഉലൂമിൽ ലുഗത്തി, ഭാഷാപരമായിരിക്കുന്ന വിജ്ഞാനം എന്തൊക്കെ പുറപ്പെടുവിക്കുക.
അത് ഏതുപോലെയൊക്കെ നഹവി വ്യാകരണ ശാസ്ത്രം, വൽ മആനി ആലങ്കാരിക ശാസ്ത്രം, വൽ ബയാനി വിശദീകരണ ശാസ്ത്രം, വൽ ഔസാനി ഘടനകള്, ഇതെല്ലാം ഫദാലിക കുല്ലു ഇത് മുഴുവനും, ഫമാ ഷാക്കലുഹു ഇതിനോട് തുല്യമായത് മുഴുവനും, മഅലൂമുൻ ഹുസ്നുഹു ഇതിന്റെയൊക്കെ നന്മ അറിയപ്പെട്ടതല്ലേ, ലാഹിറുൻ വായിത്തു ഇതിന്റെ ഫലം വ്യക്തമാണല്ലോ, മുഈനുൻ അലാ മഅരിഫത്തി കിതാബില്ലാഹി തആല അള്ളാന്റെ ഗ്രന്ഥത്തെ പറ്റി പരിചയപ്പെടുത്തുവാനുള്ള സഹായമാണല്ലോ, ഫഹ്മു മആനി കിതാബിഹി അല്ലാഹു തആലയുടെ കിതാബിലെ ആശയം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണല്ലോ, സുന്നത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങളുടെ ഹദീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായകമാണല്ലോ. ഫയഖൂലു മഅ്മൂറൻ ബി ഇങ്ങനെ അങ്ങ് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പുതിയതാണെന്ന് തള്ളാനുള്ളതല്ല, ഇതിനൊക്കെ തെളിവുണ്ട്, അപ്പൊ അത് അംഗീകരിക്കപ്പെട്ടതാണ്, കൽപ്പിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലായല്ലോ. അടിസ്ഥാനപരമായ കാര്യങ്ങള് ശാഖകൾ അത് വകതിരിച്ചു തരും പോലെ ജാനിയിലേക്ക് അതിലേക്ക് ആവശ്യമായി വരുന്ന ഏതെല്ലാം സംഗതി ഉണ്ടോ അതൊക്കെ ഹിസാബി ഉലൂമിൽ ആലിയ ആയുധമായി ഉപയോഗിക്കാൻ പറ്റുന്ന വിജ്ഞാനം ഏതൊക്കെയുണ്ടോ കണക്കുകള്, അതുപോലെ തന്നെ മറ്റു പല വിശദീകരണങ്ങള് എല്ലാതും ക്രോഡീകരിക്കുക. വക കിതാബത്തിൽ ഖുർആനിൽ മസാഹിബി മുസാഹിബുകളിലായിട്ട് ഖുർആൻ എഴുതുക, വദിൽ മദാഹിബി വതദ്ബീരിഹ മദ്ഹബ് ഉണ്ടാക്കുക, മദ്ഹബിനെ ക്രോഡീകരിക്കുക, വതസ്നീഫുൽ കുതുബി കിതാബുകൾ രചിക്കുക, വമസീദിയുള്ളാഹിയ അതിന്റെ വിശദീകരണങ്ങൾ കൂടുതലാക്കുക, വതബീരിഹ അതിന്റെ വ്യാഖ്യാനങ്ങൾ കൂടുതൽ കൊണ്ടുവരിക, വഗൈരിദാലിക ഈ പറഞ്ഞതല്ലാത്തതൊക്കെ മിമ്മാ മർജിഉഹു മുന്തഹാഹു ഇല ദീനി ദീനിലേക്കാണ് അതിന്റെ മടക്കവും അറ്റവും. അങ്ങനെയുള്ള ഏത് കാര്യവും വിവാസിത്വത്തിൻ അവസായിത്ത മാധ്യമം അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇത് മുഖാന്തരമായിരിക്കും എത്തുക. ഇങ്ങനെയുള്ളത് ഏതും ഫഇന്നഹു മഖ്ബൂലുൻ മിൻ ഫാഇലി അതാര് പ്രവർത്തിച്ചാൽ സ്വീകരിക്കപ്പെടുന്നതാണ്, മുസാബുൻ കൂലി കിട്ടപ്പെടുന്നതാണ്, മംദൂബുൻ അലൈഹി അതിന്റെ മേലിൽ പുകഴ്ത്തപ്പെടേണ്ടതുമാണ്. ഇതൊന്നും ദീനി എതിരല്ല. അപ്പൊ ഇത്യാദി കാര്യങ്ങളൊക്കെ പുതുതായിക്കോട്ടെ അംഗീകരിക്കാം. അപ്പൊ മൗലിദ് പുതിയതാണ്, മൗലിദ് കിതാബ് പുതിയതാണ്, ഒക്കെ ചെയ്യാൻ എന്താ കുഴപ്പം? ഒരു കുഴപ്പമല്ല, യാതൊരു കുഴപ്പം അതിനില്ല എന്ന് മനസ്സിലായല്ലോ. ഈ കിതാബൊക്കെ പുതിയതല്ലേ, ഇതൊക്കെ തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഇതിനൊക്കെ അടിസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്തജാസ കസീറൻ മിന്നു സ്വഹാബത്തു റളിയല്ലാഹു തആല അൻഹും അലൈഹിം അല്ലാഹു തആലയുടെ ദീൻ പഠിച്ച സ്വഹാബാക്കൾ മുഴുവനും ഇത്യാദി കാര്യങ്ങൾ അധികമാക്കൽ അനുവദിച്ചിട്ടുണ്ടല്ലോ. സ്വഹാബത്തിന്റെ കാലത്ത് ക്രോഡീകരണം വന്നില്ലേ? നബിന്റെ കാലത്തില്ലല്ലോ. എന്നിട്ട് അതിനെ എതിർത്തില്ലേ? ഒരു അംഗീകരിക്കേണ്ടി വന്നില്ലേ? അതെന്തുകൊണ്ടാ? ദീനിൽ തെളിവുണ്ടായതുകൊണ്ടാ. പറയാം. കമാ വഖാലി അബീബക്കർ വഉമറ വസയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഫീ ജംഇൽ ഖുർആൻ ഖുർആന്റെ ക്രോഡീകരണത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ, ഉമർ റളിയല്ലാഹു അൻഹു പ്രമുഖ പണ്ഡിതൻ, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആൻ എഴുതി വെച്ച ആളുക. ഇങ്ങനെയുള്ള പ്രമുഖന്മാരൊക്കെ ഒരുമിച്ചുകൂടി അവർക്ക് സംഭവിച്ചതുപോലെ എന്താ കാരണം വിശദീകരിക്കാം. ഫഇന്ന ഉമറ നിശ്ചയമായിട്ടും ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അശാറ ബിഹി ഖുർആൻ ജമ്മു ചെയ്യണം, ക്രോഡീകരിക്കണം എന്ന് സൂചിപ്പിച്ചു കൊടുത്തു. അല അബീബക്കർ അന്നത്തെ ഭരണാധിപനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ സൂചന നൽകി. എന്താ കാരണം? ഖൗഫൻ മിൻ ഇന്തിരാസിൽ ഖുർആൻ ബി മൗതി സ്വഹാബത്തി റളിയല്ലാഹു തആല അൻഹും യുദ്ധങ്ങൾ ഇവിടെ വരികയാണ്. ആ യുദ്ധങ്ങളിലൊക്കെ കൂടുതലും ആര് മരിക്കുകയാണ്? ഖുർആൻ മനപ്പാടമുള്ളതായിരിക്കുന്ന സ്വഹാബാക്കൾ മരിച്ചു വീഴുന്നു. അവർ മരിക്കൽ കൊണ്ട് ഖുർആൻ ഇവിടെ ഇല്ലാതെയായിപ്പോകും, തേഞ്ഞു മാഞ്ഞു പോകും. ആ ഒരു ഭയം ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി. അത് അല്ലാഹു തആല തോന്നിപ്പിച്ചു കൊടുത്തൊരു ഭയമാണ്. ആ ഭയം വെച്ചിട്ടാണ് ഖുർആൻ ഇവിടെ പിൻതലമുറക്കാരായ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അത് ലഭിക്കണം. അത് ലഭിക്കണമെങ്കിൽ ഗ്രന്ഥരചന വരണം, ക്രോഡീകരിക്കേണ്ടതുണ്ട്. ആ ക്രോഡീകരണം ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മേൽ. ലമ്മാ കസുറ ഫീഹിമുൽ ഖത്ലു യൗമൽ യമാമ വഗൈരിഹി യമാമ യുദ്ധം അതല്ലാത്ത മറ്റു യുദ്ധങ്ങളൊക്കെ അവിടൊക്കെ കൊലകൾ അധികരിക്കുകയാണ്. ഇതാണ് പേടി. അങ്ങനെ തവഖഫ ബഹുമാനപ്പെട്ടവർ ഒന്നും ഇങ്ങനെ നിന്നു, മിണ്ടാതിരുന്നു. ലി കൗനിഹി സൂറത്ത ബിദ്അത്ത് എന്തുകൊണ്ട്? ഈ ഖുർആൻ ക്രോഡീകരണം നബിന്റെ കാലത്തില്ല, അതൊരു ബിദ്അത്തിന്റെ രൂപമാണ്. ബിദ്അത്ത് ഉണ്ടാക്കി തീർക്കാൻ അതിലെ പ്രയാസമാണ്. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്ത. ഒന്നും മിണ്ടിയില്ല. പിന്നീട് സുമ്മ ശറഹല്ലാഹു സ്വദ്റഹു ഫീഹി അങ്ങനെ ഒരു ഖുർആൻ ക്രോഡീകരണം ഇവിടെ നടത്തണം എന്നതിലേക്ക് അബൂബക്കർ റളിയല്ലാഹു തആലാവിന്റെ മനസ്സെ അല്ലാഹു തആല വിശാലമാക്കി വെളിവാക്കി കൊടുത്തു. എന്താ കാരണം? ഈ അന്നഹു ലഹറ ലഹു അന്നഹു യർജിഉ ഇല ദീൻ
അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഖുർആൻ ക്രോഡീകരണം അത് ദീനിലേക്കാണ് മടങ്ങുന്നത്, ദീന്റെ പുറത്തല്ല. വന്നു വൈറു ഖാരിജിൻ അൻഹു, അത് മതത്തെ വിട്ട് പുറത്തു പോകുന്നതുമല്ല എന്ന് ബോധ്യമായി. ഒമിൻ തമ്മ, അങ്ങനെ ഉള്ളത് കൊണ്ട് വെളിപ്പെട്ടത് കൊണ്ടായപ്പോ ലമ്മ ദഅ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു തആല വിളിച്ചു. വഅമറഹു ബിൽ ജംഅ്, ഖുർആൻ ക്രോഡീകരിക്കണം എന്നതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്തപ്പോ ഖാല ലഹു, സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ റളിയല്ലാഹു തആലയോട് ചോദിക്കുകയാണ്, കൈഫ തഫ്അലു ശൈഅൻ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തൊരു പണി നിങ്ങൾ എങ്ങനെ ചെയ്യാനാ എന്ന് അന്നത്തെ ഭരണാധിപനായിരിക്കുന്ന ഖലീഫയുടെ മുഖത്ത് നോക്കിയിട്ട് ഖുർആൻ എഴുതി വെച്ചതായിരിക്കുന്ന സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല സധൈര്യത്തോടുകൂടി ചോദിച്ചതെന്താ? ദീന്റെ കാര്യമാണ് അവർ മനസ്സിലാക്കിയത്. ദീനിന്റെ കാര്യത്തിൽ എല്ലാവരും തുല്യരാണ്, അവിടെ ഭരണാധിപനും ഭരണീയരൊക്കെ തുല്യരാണെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന് ഭരണാധിപനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല കാർക്കശ്യത്തോടെ മറുപടി കൊടുത്തില്ല, വാളെടുത്ത് പേടിപ്പിച്ചില്ല. എന്താ കൊടുത്ത മറുപടി? ഫഖാല, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല കൊടുത്ത മറുപടി, വല്ലാഹി ഇന്നഹു ഹഖൻ, അത് യഥാർത്ഥമാണ് മോനെ, ഖുർആൻ ക്രോഡീകരണം യഥാർത്ഥമാണെന്ന് സത്യം ചെയ്തുകൊണ്ടാ പറഞ്ഞത്. വലം യസൽ യുറാജിഉഹു, അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ആവർത്തനത്തിന് ഇടയിൽ ഹത്താ ശറഅ അല്ലാഹു സദ്റഹു ലില്ലദീ ശറഅ ലഹു സദ്റഹുമാ, മഹാനായിരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു അവർ രണ്ടുപേരുടെയും മനസ്സിനെ അല്ലാഹു തആല ഏതൊന്നിലേക്കാണോ വെളിപ്പെടുത്തിയത് അതുപോലെ അതേ കാര്യത്തിലേക്ക് തന്നെ സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തെയും അല്ലാഹു തആല വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ മൂവർക്കും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇൽഹാമുണ്ടായി, ഖുർആൻ ക്രോഡീകരിച്ചു. ഈ ക്രോഡീകരണം വിദ്യാർത്ഥല്ലേ? എല്ലാ വിദ്യാർത്ഥും തള്ളേണ്ടതാണോ? എല്ലാ വിദ്യാർത്ഥും തള്ളേണ്ടതാണെന്ന് വാദിക്കുന്ന വാദികളെ ഖുർആൻ നിങ്ങൾക്കൊന്നില്ല. ഇന്നത്തെ ഖുർആൻ വിദ്യാർത്ഥായിരിക്കും. അതിന് ചരിത്രം പഠിക്കണം, ഹിദായത്ത് വേണം, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വകമാ വഖഅ ലിഉമർ റളിയല്ലാഹു തആല അൻഹു, മറ്റൊരു സംഭവം രണ്ടാം ഖലീഫയായിരിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് സംഭവിച്ചതുപോലെ. എവിടെ? ഫി ജംഇൻ നാസി, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുക. എന്തിന്? സലാത്തി തറാവീഹ് ഫിൽ മസ്ജിദ്, പള്ളിയിൽ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂട്ടി ജമാഅത്തായി നടത്തുക. അതുവരെ ജമാഅത്തല്ല, ഒറ്റക്കൊറ്റക്കായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അത് ജമാഅത്തായി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു. മാ തർക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിദാലിക, മുത്തുനബി തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ ആ ജമാഅത്ത് നടത്തിയിട്ടുണ്ട്. എന്നിരിക്കെ ഇവിടെ ജമാഅത്ത് ഉണ്ടാക്കാനാണ് രണ്ടാം ഖലീഫ തീരുമാനിക്കുന്നത്. എന്തിന്റെ ശേഷം? ബഅദൻകാന ഫീ ലയാലിയ, കുറച്ച് രാത്രിയാണ് നബി തങ്ങൾ പ്രവർത്തിച്ചത്, പിന്നീട് നബി തങ്ങൾ ചെയ്തിട്ടുമില്ല. എന്നിരിക്കെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് അത് തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കുവാനുള്ള പരിപാടി തീരുമാനിക്കുന്നു. എന്നിട്ട് വഖാല, മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ജമ്മു ചെയ്തിട്ട് പറഞ്ഞു, ആയിനി ആലന്റെ ഫായിൽ ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് സാരി പറയാം. മഹാനവർ പറയുന്നു, നിഅമത്തുൽ ബിദ്അത്തു ഹിയാ, ബിദ്അത്ത് ദീനിലില്ലാത്ത ഒന്നാണ് ഈ ബിദ്അത്ത്, വളരെ നന്നായി. ആ ബിദ്അത്ത് ഏതാണ്? മഖ്സൂസുൻ ബിൽ മദ്ഹ് ഹിയാ, അത് ഈ തറാവീഹിനെ ജമാഅത്തായി നിസ്കരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ബിദ്അത്ത് അംഗീകരിച്ചു. ആ എല്ലാ ബിദ്അത്തും തള്ളൂല എന്നർത്ഥം. ശറഈന് വിരുദ്ധമല്ലാത്തത് തള്ളൂള്ളൂ. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അന്നഹ, നിശ്ചയമായിട്ടും ഈ പറയുന്ന ബിദ്അത്ത് വൈൻ ഉഹദിസത്ത്, അതിനെ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ് എങ്കിലും ലൈസ ഫീഹാ റദ്ദുൻ ലിമാ മള, കഴിഞ്ഞു പോന്ന സുന്നത്തിന് എതിരായി ഇതിനെ തള്ളപ്പെടേണ്ടതില്ല, അതിനെ തള്ളുന്നതല്ല ഈ ബിദ്അത്ത്. ബൽ, പിന്നെയോ ഈ ബിദ്അത്ത് മുവാഫിഖത്തുൻ ലഹു, പരമ്പരാഗതമായി വന്നുകൊണ്ടിരിക്കുന്ന തിരുസുന്നത്തിനോട് യോജിച്ചതാണ്. എന്താ കാരണം? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങൾ അല്ലല തർക്ക, ആ തറാവീഹ് ഉപേക്ഷിക്കലിനെ നബി തങ്ങൾ കാരണമാക്കി പറഞ്ഞത് ബിഖശിയത്തിൽ ഇഫ്തിറാദി, നിങ്ങളെ എല്ലാവരും ആവേശം കണ്ടിട്ട് അല്ലാഹു തആല ഇത് ഫർളാക്കിയേക്കുമ്പോൾ ഒരു ഭയം എനിക്കുണ്ട്. ആ ഭയമുള്ളത് കൊണ്ടാണ് നബി തങ്ങൾ അത് ഉപേക്ഷിച്ചത്, മറ്റും പലതുകൊണ്ടുമല്ല. എന്നാൽ ആ ഫറലാക്കുക എന്നൊരു നിയമം, ആ ഒരു ഭയം നീങ്ങിപ്പോയി. ബി വഫാത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്തുനബി തങ്ങളുടെ വഫാത്തോടുകൂടെ നീങ്ങിപ്പോവുകയും ചെയ്തിട്ടുമുണ്ട്.
അപ്പൊ പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഭരണകാലത്ത് അത് അത്തരം അങ്ങ് ചിന്തിക്കേണ്ട ഘട്ടം അന്നില്ല. ചിന്തിക്കേണ്ടത് വന്നത് പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. അള്ളാഹ് തീരുമാനിക്കുന്നതും അങ്ങനെയല്ലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ കാല ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, നമ്മുടെ മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു എന്ത് പറയുന്നു? മാ ഉഹദിസ വഖാലഫ കിതാബൻ ഔ സുന്നത്തൻ ഔ ഇജ്മാഅൻ ഔ അഖറൻ ഫഹുവൽ ബിദ്അത്തു ളാല്ലത്തു വമാ ഉഹദിസ മിനൽ ഖൈരി വലം യുഖാലിഫു ശൈഅൻ മിൻ ദാലിക ഫഹുവൽ ബിദ്അത്തുൽ മഹ്മൂദത്തു എന്നാണ്. കേട്ടോ, പണ്ഡിതനായ മുജ്തഹിദായ ഹദീസ് പണ്ഡിതനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ബിദ്അത്തിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ. അത് നമുക്കിവിടെ അയവോർക്കാം. മഹാൻ പറഞ്ഞത് എന്താ? ദീനിൽ ഇല്ലാത്തൊരു കാര്യം പുതുതായി ഉണ്ടാക്കപ്പെട്ടു എന്നിരിക്കെ ആ ഉണ്ടാക്കപ്പെട്ടതായിരിക്കുന്ന കാര്യം കിതാബ് ഖുർആൻ, സുന്നത്ത് ഹദീസ്, ഇജ്മാഅ് അയിമ്മത്തിന്റെ ഇജ്മാഅ്, അസർ, മറ്റു മൊഴികൾ, ഇതിലേതെങ്കിലും ഒന്നിനോട് എതിരായി വന്നിട്ടുണ്ട് എങ്കിൽ ഫഹുവൽ ബിദ്അത്തു ളാല്ലത്തു, അത് ബിദ്അത്ത് തന്നെയാണ്, പിഴച്ചതാണ്, അംഗീകരിക്കൂല, തെളിവില്ല. വമാ ഉഹദിസ മിനൽ ഖൈരി, നന്മയാൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട വല്ല കാര്യവും, മൗലൂദ് പോലെ, ഖുതുബിയ്യത്ത് പോലെ, ഇങ്ങനെ പല പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ, വലം യുഖാലിഫു ശൈഅൻ മിൻ ദാലിക, കിതാബിനോ സുന്നത്തിനോ ഇജ്മാഇനോ ഖിയാസിനോ ഒന്നിനോടും എതിരുമില്ല എങ്കിൽ പോവൽ ബിദ്അത്തുൽ മഹ്മൂദത്തു, എന്നാ പിന്നെ അത് നല്ലതായ ബിദ്അത്ത് തന്നെയാണ്. അവിടെ ആർക്കും എതിർക്കേണ്ടതില്ല, ആർക്കും തള്ളേണ്ടതുമില്ല. അപ്പൊ കുല്ലു ബിദ്അത്തുൻ ദലാല കുല്ലു ദലാലത്തിൻ ഫിന്നാർ എന്ന് പറയുമ്പോ അതിന് സ്ഥലതെന്താവേണ്ടതുണ്ട്? ഇസ്തിസ്ന ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എല്ലാ ബിദ്അത്തും ദലാലത്ത് എന്ന് പറയുമ്പോ നിഅമത്തും ബിദ്അത്തുണ്ട്, മഹ്മൂദത്തായ ബിദ്അത്ത് ദലാലത്തിൽ പെടുകയില്ല. അതല്ലാത്ത എല്ലാ ബിദ്അത്തും ദലാലത്താണ് എന്ന് വെക്കാം. ആ ഹദീസ് പൊക്കി പിടിച്ചുകൊണ്ടോ തെളിവില്ലാത്ത ഓരോ കാര്യം ഉണ്ടാക്കിങ്ങാണ്ട് മുസ്ലിം സമുദായത്തെ ശിർക്കാക്കുക, മുശ്രിക്കാക്കുക, അവർക്ക് നരകത്തിലേക്ക്, ദീൻ തെളിവില്ലാതെ പലതും കടത്തിക്കൂട്ടിണ്ടാക്കുന്ന ആൾക്കാർക്ക് സ്വർഗത്തിലേക്കും. ഇതെന്ത് ന്യായമാണ്? ഇതെന്ത് മൗഢ്യമാണ്? ഇത് അംഗീകരിക്കാവതല്ല. അപ്പൊ നമ്മൾ ശരിക്ക് ഹദീസ് പഠിക്കേണ്ടതുണ്ട്, മഹാന്മാരുടെ മൊഴികൾ ശരിക്ക് ആലോചിക്കേണ്ടതുമുണ്ട്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞ നിഅമത്തുൽ ബിദ്അത്ത്, തള്ളപ്പെടേണ്ട ബിദ്അത്ത് എന്ന് അഗ്രഗണ്യന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ മൊഴികൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് സുവ്യക്തമായി എല്ലാം തിരിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചർച്ചകൾ കഴിഞ്ഞിട്ടില്ല, ഇനിയും അതിൽ ധാരാളം ചർച്ചകളുണ്ട്, പഠിക്കേണ്ടതാണ് ഈ ഹദീസ്.